എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ MLA-യുടെയും പഞ്ചായത്തിൻ്റെയും PTA-കാരുടെയൊന്നുമല്ല, അത് കുട്ടികളുടെയാണ്. അവരുടെ കലാപരിപാടികളും അവരുടെ വിരുന്ന് ഇവിടെ അരങ്ങേറുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഔപചാരികമായ ചടങ്ങുകളൊക്കെ എത്രയും വേഗം പൂർത്തിയാക്കി കുട്ടികൾക്കായി വേദി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ വാർഷിക ദിവസം മുതിർന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കുക, മാർക്ക് വാങ്ങുക എന്നത് മാത്രമാണോ? വിദ്യാഭ്യാസം എന്നത് നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ കോട്ടയത്തെ ഒരു കോളേജിലെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി എൻ്റെ ഫോണിലും കിട്ടി. കോട്ടയത്തെ ഒരു നഴ്സിംഗ് കോളേജിലെ സഹപാഠിയായ ഒരു കുട്ടിയെ ക്രൂരമായി അവൻ്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ തന്നെ റാഗ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. എത്ര ക്രൂരമായിട്ട്! എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനത് കാണുന്നത് നിർത്തിവെച്ചു. ഇത് എന്ത് തരം വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾ ആർജിക്കുന്നത്? അങ്ങനെ ആർജിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലുമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ ലഹരിക്കെതിരായിട്ട് ഒരു അടിയന്തര പ്രമേയം കൊണ്ടു. എൻ്റെ രണ്ടാമത്തെ അടിയന്തര പ്രമേയമാണ്. കാരണം ഈ ദിവസങ്ങളിലാണ് അമ്മയുടെ കഴുത്ത് മകൻ അറുക്കുന്നു, അച്ഛനെ മകൻ കൊല്ലുന്നു. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ അത്തരം സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ലഹരി കാരണമുണ്ടാകുന്ന കൊലപാതകങ്ങൾ നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്നുള്ള ആശങ്ക, അതൊക്കെ കൊണ്ടാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. സ്കൂളിലെ കുട്ടികളെ വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് നിരീക്ഷിക്കണം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർക്ക് ചിലപ്പോൾ തെറ്റല്ല, അബദ്ധം പറ്റും. പക്ഷെ അത് തെറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴേക്കും സമയം വൈകിപ്പോവും. അതിനുള്ള സമയം നമ്മൾ നൽകരുത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കുഴപ്പമില്ല. കുട്ടികളിങ്ങനെ പ്രസംഗം കേൾക്കുന്നതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് തീരെ താല്പര്യമില്ല. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം താല്പര്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയണമല്ലോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ സ്കൂളിൽ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുന്നതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാനുള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും കുട്ടികളെ ഒന്നും കുറ്റപ്പെടുത്തത്തില്ല. ടീച്ചർമാരൊക്കെ ഇറങ്ങിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്, എന്നിട്ട് ഫലം കാണുന്നില്ല. കുട്ടികൾ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ മുകളിൽ കൂടി ഒരു പ്രസംഗം നടത്തി അവരെ അങ്ങനെ തോൽപ്പിക്കാൻ, ഞാൻ എപ്പോഴും കൊച്ചുങ്ങളെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്നോട് ജസ്റ്റിന ടീച്ചർ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പോരുന്നപ്പോൾ തന്നെ പ്രസംഗം തീരുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടണമെന്നുകൂടെ പറഞ്ഞുകൊണ്ട് പ്രസംഗം നിർത്താനുള്ള ഒരു എളുപ്പമാർഗമായിട്ട് ഞാൻ അതിനെ കാണുകയും ചെയ്യുകയാണ്. എനിക്ക് വേഗം പ്രസംഗം നിർത്തുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനേ ഒരു മിനിറ്റ്, ഞാൻ പ്രസംഗം നിർത്തി പാട്ട് പാടാൻ പോവാം. ഇനിയും മിണ്ടായിരിക്കുമോ? ഇനി പ്രസംഗിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. സത്യം സത്യം സത്യം. ശരി, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പി ജയചന്ദ്രൻ്റെ, അദ്ദേഹം നമ്മൾ വിട്ടുപോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് പാട്ട്, പിന്നെ പറ്റുമെങ്കിൽ ഒരു മലയാളം. അപ്പോൾ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇനി മിണ്ടരുത്. രാസാത്തി ഉന്നേ കാണാതെ നെഞ്ച് കാത്താടി പോലാടുതേ. ராசாத்தி உன்னே காணாதே நெஞ்சு காத்தாடி போலாடுதே. பொழுதாகி போச்சு விளக்கேற்றியாச்சு பொன்மானே உன்னே தேடுதே. ராசாத்தி உன்னே காணாதே நெஞ்சு காத்தாடி போலாடுதே. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ
മധു തേടിപ്പോയി നീളേ താഴെ കുളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. No sleep, I ain't never seen my eyelids work too much, tryna find out where the time went. I ain't in the new trends of the hype shit. Everybody biting my style, suck on my dick. Life move fast, man, it's priceless. I know legends never died. No sleep, I ain't never seen my eyelids work too much, tryna find out where the time went. I ain't in the new trends of the hype shit. Everybody biting my style, suck on my dick. Life move fast, man, it's priceless. I know legends never died. No sleep, I ain't never seen my eyelids work too much, tryna find out where the time went. I ain't in the new trends of the hype shit. Everybody biting my style, suck on my dick. Life move fast, man, it's priceless. I know legends never died. No sleep, I ain't never seen my eyelids work too much, tryna find. നമ്മുടെ സ്കൂൾ ഇന്ന് സമ്പന്നമാണ്. ഈ സ്കൂള് ഈ സമ്പന്നതയിലേക്ക് ഉയർന്നു വരാൻ ഉണ്ടായൊരു പ്രധാന കാരണം കുറേ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഒരു സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ സ്കൂള് ഈ രീതിയിൽ നിന്ന് മികച്ച ഒരു സാഹചര്യത്തോട്ട് വന്നത്. പക്ഷേ ഇവിടെ ഇപ്പം സംഭവിക്കുന്ന മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം, എനിക്കത് പറയാനുള്ളത്. പക്ഷേ അതിന് ഈ നാട്ടിലെ ആഹ്വാനപ്രദ ജനങ്ങളും നമ്മളുടെ ഈ കേരളപുരം നാട്ടിൻ്റെ ഒരു സമ്പത്താണ് നമ്മളെ കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂള്. നമ്മുടെ നാടിൻ്റെ ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂള്. ആ സ്കൂള് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരുപാട് കുട്ടികളുടെ നിറയെ വിദ്യാർത്ഥികളുടെയൊക്കെ നിറവോടുകൂടി സമ്പന്നമായി നിൽക്കേണ്ടത് ഈ നാട്ടിലുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും തീർച്ചയായിട്ടും അതിന് ഈ സ്കൂളിലെ അധ്യാപകരും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ നമുക്ക് എല്ലാവർക്കും കൂടെ കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് കേരളപുരം GHSൻ്റെ ആനുവൽ ഡേ ആണ്. 88ാമത് വാർഷികമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലും ആക്റ്റീവിലാണ്. മൂന്നാഴ്ചപ്പുറത്ത് അവർ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം 58 പരിപാടികളുണ്ട്. 200ഓളം കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം സംസ്ഥാന തലത്തിൽ ഹാൻഡ്ബോളിൽ നമ്മൾ ഇവിടുന്ന് ഒരു കുട്ടി ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുണ്ട്. ആ കുട്ടിക്കും പ്രൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. എല്ലാ നാട്ടുകാരുടെയും സഹകരണവും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വേണം. അതുപോലെ തന്നെ പുതിയ അഡ്മിഷൻ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കുട്ടികളെ കേരളം സ്കൂളിൽ തന്നെ മികച്ച പഠനത്തോടുകൂടി മികച്ച സൗകര്യത്തോടുകൂടി 2 നില ബിൽഡിംഗ് നമ്മളെ പണി കഴിഞ്ഞ് പുതിയത് കഴിഞ്ഞ് ഇനി അടുത്തത് വരുന്നുണ്ട്. ഉടനെ തന്നെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളെ ഇവിടെ തന്നെ ചേർക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുണ്ട്. ഞാൻ പഠിച്ച, എൻ്റെ നാട്ടുകാർ മൊത്തവും പഠിച്ച കേരളപുരം ഗവൺമെൻറ് HSലെ 88ാം ആനുവൽ ഡേ ഇന്ന് നടക്കുകയാണ്. നമ്മുടെ സ്കൂള് ഞങ്ങൾ പഠിച്ച ആ കാലഘട്ടത്തിൽ ഓടിട്ടയും ഓലയിട്ടയും പുരകളായിരുന്നു. പഠിച്ച് നല്ല മികവാർന്ന വിദ്യാർത്ഥികൾ ഈ കേരളപുരം സ്കൂളിൽ നിന്നും ഉന്നതങ്ങളിലോട്ട് പോയിട്ടുണ്ട്. ആ ഓലയിട്ട സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടികൾ ലോക നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറേറ്റ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, അങ്ങനെ നല്ല കലാകാരന്മാരുണ്ട്. അന്നേരം നമ്മളെ ഈ സ്കൂള് ഇപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മാറി ഇപ്പം ഹൈടെക് സ്കൂളാണ്. കേരളപുരം സ്കൂളിന് ബഹുനില മന്ദിരങ്ങളുണ്ട്, ഓലയിട്ട ഷെഡുകളില്ല, ഓടിട്ട
കെട്ടിടങ്ങളില്ല, എല്ലാം വാർത്ത കെട്ടിടങ്ങളാണ്. കൂറ്റൻ ഓഡിറ്റോറിയമുണ്ട്, അതുപോലെ സ്റ്റേജുണ്ട്, നല്ല അധ്യാപകരുണ്ട്, നല്ല വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ നാട്ടിൽ കൂണുപോലെ അൺഎയ്ഡഡ് സ്കൂളുകൾ വരുന്നുണ്ട്. കുട്ടികളെ എല്ലാവരും അങ്ങോട്ടൊക്കെയാണ് ആക്കുന്നത്. പക്ഷേ അവരെയൊക്കെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ മികവാർന്ന അധ്യാപകരാണ് നമ്മളെ കേരളപുരം സ്കൂളിലുള്ളത്. അതേ കണക്ക് അവർ PSC ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി പാസ്സായ ആൾക്കാരാണ്. അന്നേരം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് കൊല്ലം ജില്ലയിൽ കേരളപുരം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നാട്ടുകാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. എല്ലാ ഉറപ്പുകളും PTA എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കും. നിങ്ങളെ കുട്ടികളെ കേരളപുരം സ്കൂളിൽ കൊണ്ടുവന്നാക്കി. പണ്ട് 2000 കുട്ടികൾ പഠിച്ച സ്കൂളാണിത്. അത്രയൊന്നുമില്ലെങ്കിലും 1000-ഓളം കുട്ടികൾ നമ്മളെ കേരളപുരം സ്കൂളിൽ എത്തണമെന്ന് ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ 88ാം ആനുവൽ ഡേ വൻ വിജയമാക്കി തീർത്ത ഈ സ്കൂളിലെ PTA-യ്ക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ഈ നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരവ് നൽകുന്നു.